കക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ വർഷത്തെ രാമായണ മാസത്തിൽ ഞാനിങ്ങനെ രാമായണം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ആശയം മനസ്സിൽ തോന്നിയത്. ആ ആശയം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ രാഷ്ട്രീയമായിട്ട് ശരിക്കും ബന്ധമുള്ള ഒരു സന്ദർഭമായിരുന്നു. നമുക്ക് രാമായണത്തിൽ നമ്മൾക്ക് മിക്കവാറും ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ സമകാലീന രാഷ്ട്രീയമായിട്ട് പലയിടത്തും ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബന്ധമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീണ തായ്ക്കണ്ടിയെ പൊക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വീണയുടെ പുതിയ കമ്പനിയുടെ ഡീറ്റെയിൽസും കൂടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. വീണയുടെ അച്ഛനും ഒക്കെ EDയുടെ പിടിയിൽപ്പെടുന്ന കാലം വിദൂരമല്ല. അപ്പം ഈ സമയത്താണ് നമ്മുടെ സീതാപഹരണത്തിൻ്റെ ഭാഗം ഞാൻ വായിച്ചത്. സീതയെ സൂക്ഷിക്കാനായിട്ട് ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് ശ്രീരാമൻ മാരീചൻ്റെ പുറകെ മറ്റേ മാൻപേടയെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ശ്രീരാമൻ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുന്നതായിട്ടൊരു ശബ്ദം കേട്ടതായിട്ട് സീതയ്ക്ക് തോന്നുകയും സീത ലക്ഷ്മണനെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് എന്തോ അപകടം പറ്റി, അദ്ദേഹമാണ് എന്നെ രക്ഷിക്കുമെന്ന് വിളിച്ചു പോകുന്നത്, അതുകൊണ്ട് നീ എന്ന് രക്ഷിക്കാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ അപകടം പറ്റത്തില്ല, അദ്ദേഹത്തിന് കൊല്ലാൻ പ്രാപ്തിയുള്ളവരാരുമില്ല, അതുകൊണ്ട് ദേവി പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പെണ്ണല്ലേ വർഗു, അപ്പോൾ അവർ സമ്മതിക്കത്തില്ല. നീ ഇവിടെ നിൽക്കുന്നത് ശ്രീരാമൻ മരിച്ചിട്ട് എന്നെ നിനക്ക് സ്വന്തമാക്കാനാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ ഒരു ഉദ്യോഗത്തിന് വഴങ്ങത്തില്ല എന്നും പറഞ്ഞിട്ട് വളരെ പരുഷമായ വാക്കുകളുണ്ട് ലക്ഷ്മണനെ അവഹേളിച്ചു. അങ്ങനെ ലക്ഷ്മണൻ മനസ്സിൽ വിചാരിച്ച് നിനക്ക് അർഹതപ്പെട്ടത് നീ ചോദിച്ചു വാങ്ങും, നിനക്ക് വിധിച്ചത് നിനക്ക് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞാനെന്നാ പോകാമെന്നും പറഞ്ഞ് ലക്ഷ്മണൻ പോയ സമയത്താണ് പുഷ്പവിമാനവുമായിട്ട് നമ്മുടെ രാവണൻ വരുന്നതും സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലോട്ട് പോകുന്നതും. അപ്പോൾ ആ സന്ദർഭമാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഈ സീതയെ അപഹരിക്കാനായിട്ട് രാവണൻ വന്നിരിക്കുകയാണ്. അതായത് രാവണൻ നമ്മൾ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്, സീത നമ്മുടെ വീണ തായ്ക്കണ്ടി. അപ്പോൾ സീതയെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് രാവണൻ വന്നിരിക്കുകയാണ് ഈഡിയുടെ വേഷത്തിൽ. അപ്പോൾ ഇതാണ് കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. ഇതാണ്. നമുക്ക് കാർട്ടൂണിലോട്ട് കിടക്കാം. രാമായണത്തിലെ ആ പ്രസക്ത ഭാഗം ഞാൻ ഇതിനകത്ത് വായിക്കുന്നുണ്ട്, അതുകൂടെ കേട്ടാലും. കാർട്ടൂണിൻ്റെ റഫാണിത്. തൊട്ടുകൂടാമോ ഹരിപത്നിയെ ശരത്തിന്, കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂടാത്മാവേ, രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ട് രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി. സന്നിഭം ദശാനനം വംശതി മഹാഭുജം, അഞ്ജനശൈലാകാരം കാണാനായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ട് വനദേവതന്മാരും രാഘവ പത്നിയെയും തേരതിലെടുത്ത് വെച്ച് ആകാശമാർഗെ ശീഘ്രം പോയത് ദശാസനും. ഹാഹാ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരം, ഹാഹാ രാമ സൗമിത്രേ കരുണാബ്ധേ. ഇത്തരം ശ്രീരാവിലാപങ്ങൾ കേട്ട് പക്ഷേന്ദ്രനാം സത്വരമുദ്ധാനം ചെയ്തെത്തിനാം ജടായുവും. ഇതാണ് രാമായണത്തിലെ ആ ഭാഗം. അതിൻ്റെ ചിത്രീകരണമാണിത്. സീത ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. രാവണൻ മുന്നിൽ വന്ന് നിൽപ്പുണ്ട് സീതയെ കൊണ്ടുപോകാനായിട്ട്. രാവണൻ എന്ന് പറയുന്നത് ഈഡിയാണ്. അടുത്തത് നമുക്ക് രാവണനെ വരയ്ക്കാം. രാവണന് 10 തലയുണ്ട്, അതുകൊണ്ട് ഇത് 10ഉം വരയ്ക്കുന്നവരെ നമുക്ക് പതുക്കെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ വിടുകയാണ്.
20 കൈ വരച്ചിട്ടില്ല, കുറച്ച് കൈയേ വരച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 20 കൈയൊന്നും വരച്ച് ഇതിനകത്ത് ഫലിപ്പിക്കാൻ പറ്റത്തില്ല, കുറേ പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൈ വരച്ചിട്ടുണ്ട്. വാ വീണേ പോകാമെന്ന് രാവണൻ വിളിക്കുവാണ്. രാവണൻ എന്ന് വെച്ചാൽ ഇടി. ഇത് കേട്ട് അന്തം വിട്ട് മരത്തിന് മറഞ്ഞു നിൽക്കുവാണ് നമ്മുടെ ഇരട്ടശങ്കൻ.